രമേശ് ചെന്നിത്തലയുടെ പാട്ടും പോഡ്കാസ്റ്റും, കെ.സി. വേണുഗോപാലിന്റെ ഗാനവും ഡോക്യുമെന്ററിയും, വി.ഡി. സതീശന്റെ തെരഞ്ഞെടുത്ത പ്രസംഗങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകവും, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന പ്രൈമറിയെ ഓർമ്മിപ്പിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി പോരും. മുഖ്യമന്ത്രി മോഹം ആഗ്രഹിക്കുന്ന 3 പേരും പ്രതിച്ഛായ നിർമ്മിതിയിലാണ്. ലക്ഷണമൊത്ത ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുക എന്നതാണ് ഇവരുടെ എല്ലാം ലക്ഷ്യം. ഇനിയുള്ള 10 ദിവസം, അതായത് മെയ് 4 വരെയുള്ള ദിവസം നിർണായകമാണെന്നാണ് മൂവരും കരുതുന്നത്. പക്ഷേ ഇവർക്ക് വോട്ട് ചെയ്തവർ ഇപ്പോൾ എന്താണാവോ കരുതുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ജിമ്മി, ഇലക്ഷൻ കഴിഞ്ഞു, വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പം എന്തിനാണ് ഒരു കേരള യാത്ര? ഈ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞോട് തുടങ്ങുകയാണ്. ഈ 10 ദിവസം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ 10 ദിവസം കൊണ്ട് ഞാൻ മുഖ്യമന്ത്രി ആയാൽ അയ്യേ എന്ന് ആരും പറയരുത്. ഇതാണ് ഇതിനകത്ത് അടിസ്ഥാനപരമായ സാധനം. ഇപ്പോൾ പ്രതിച്ഛായാണ്, ഞാൻ ഗംഭീര കക്ഷിയാണ്, ഞാൻ പുസ്തകം വായിക്കും, എനിക്ക് ഭയങ്കര അറിവുണ്ട്, എനിക്ക് കേരളത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ജ്ഞാനമുണ്ട്, കേരള വികസനത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ട്. ഞാനൊരു വലിയ സംഭവമാണ്. ഇവരാരും മോശം സംഭവമാണെന്ന് നമ്മളാരും പറയുന്നില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും മോശമാണെന്ന് നമ്മൾ പറയില്ല. പക്ഷേ ഇത് ജനം കാണുന്നുണ്ട്, ഇത് നമ്പറാണെന്നും പ്രതിച്ഛായ ബിൽഡ് ചെയ്യാനുള്ള പരിപാടിയാണെന്നും മനസ്സിലാവുന്നവരാണ് കേരളത്തിലുള്ളവർ. എനിക്ക് സംശയമൊന്നുമില്ല, ഈ ഐഡിയ പറഞ്ഞു കൊടുത്തവരാരായിരിക്കും. കേരളത്തിലെ മനുഷ്യർ മുഴുവൻ ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള അടിയുടെ ഭാഗമായുള്ള ഇമേജ് ബിൽഡിംഗ് ആണ് നടക്കുന്നതെന്ന് കേരളത്തിലെ എല്ലാവർക്കും മനസ്സിലായി. ഞാൻ കരുതുന്നത് ഇവർക്കൊക്കെ PR ഏജൻസികളുണ്ട്. ആ PR ഏജൻസികളെയാണ് നമിക്കേണ്ടത്. ഇങ്ങനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തവന്മാരെ ഒരു കാരണവശാൽ ഇനി ഒരൊറ്റ പണിക്ക് അവരെ ആ പേര് കിട്ടിയാൽ ഇവരെ വിളിക്കരുത്. കാരണം നേതാക്കന്മാരെ പരസ്യമായി അപഹാസ്യരാക്കുന്ന ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് ഡോക്യുമെൻ്ററി, ഒരാൾക്ക് പുസ്തകം, മറ്റൊരാൾക്ക് ജീവചരിത്രം, വേറൊരാൾക്ക് പോഡ്കാസ്റ്റ്. ഇങ്ങനെയൊക്കെ ഈ 10 ദിവസം കൊണ്ട് ചെയ്താൽ അവർക്ക് നാണക്കേടുണ്ടാകുമെന്നും ഇങ്ങനെയൊക്കെ ചർച്ച നടക്കുമെന്നും ജനം ചിരിക്കുമെന്നും തമ്മിലടിക്കുമെന്നും ഏത് കൊച്ചു കുഞ്ഞിനാണ് മനസ്സിലാവാത്തത്? നമ്മുടെ നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ നേതാക്കൾക്ക് ബുദ്ധി ഉദ്ദേശം കൊടുക്കുന്ന ആളുകൾ മനസ്സിലാകുന്നില്ല. ആ സംവിധാനത്തിലേക്ക് ഇവരൊക്കെ ഹയർ ചെയ്ത് വയ്ക്കുന്ന PR ഏജൻസിക്ക് പോലും മനസ്സിലാകുന്നില്ലല്ലോ കേരളത്തിലെ ജനം എന്താണ് ചിന്തിക്കുന്നത്. അത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയാൻ. ജെയിംസ്, LDF പ്രചാരണ വേളയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, UDF ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ പൊരിഞ്ഞടിയായിരിക്കും. കൃത്യമായി തെളിഞ്ഞില്ലേ? ഞാൻ ആ വാദം മുഖവിലക്കെടുക്കുന്നില്ല. കാരണം ഇപ്പോൾ നടക്കുന്ന അടിയൊന്നുമല്ല. ആരാണിത് പറഞ്ഞ അടിയാണെന്ന്? രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് അടുത്ത് ചേർന്ന് നിൽക്കുന്ന ആളോട് പറയുന്നു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായ യോഗ്യനാണ്, അദ്ദേഹം വളരെ സീനിയറാണ്. കെ.സി. വേണുഗോപാലിന്റെ ആളുകൾ പറയുന്നു കെ.സി. വേണുഗോപാൽ സീനിയറാണ്. സതീശന്റെ ആളുകൾ പറയുന്നു സതീശൻ സീനിയറാണ്. ഇതാണ് ജനാധിപത്യം. ഇത് ആദ്യം മനസ്സിലാക്കണം. ഇതിനെയാണ് ജനാധിപത്യം എന്ന് പറയുക. ഒരു പാർട്ടി ആദ്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. അതിന്റെ അർത്ഥം എന്താണ്? ജയിച്ചു വരുന്നവരിൽ നിന്ന് അവർക്ക് പറ്റിയ ആളുകൾ അവർ തിരഞ്ഞെടുക്കും. ചിലപ്പോൾ MLA ആയ ആളായിരിക്കും, ചിലപ്പോൾ അത് ആയാലും പറ്റിയെന്ന് തോന്നിയാൽ ആ പാർട്ടി ഒരാളെ നിയോഗിച്ചിട്ട് അയാളുടെ MLA ആവാൻ പറയും. ഇതൊക്കെ സ്വാഭാവികമാണ് ജനാധിപത്യത്തിൽ. ഇങ്ങനെ തന്നെയാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടത്. അതല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഫുൾ ഫിഗർ, ഞാൻ മാത്രം മുഖ്യമന്ത്രി, വേറെ ആരും മുഖ്യമന്ത്രി ആവണ്ട എന്ന് പറഞ്ഞാൽ അതിന് ജനാധിപത്യം നല്ല പറയുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ MLA-മാരെ തിരഞ്ഞെടുക്കുന്ന പോലെ നമുക്ക് മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അത് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ അവിടുത്തെ MLA-മാർക്കാണ്. അപ്പോൾ ആ MLA-മാരുടെ ഇടയിൽ ക്യാമ്പയിൻ ചെയ്യേണ്ട മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ, മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹിക്കുന്നവർ MLA-മാരെ ക്യാമ്പയിൻ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ എന്താ ചെയ്യേണ്ടത്? നിഷാദ് പറ. വേറെ എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ കോൺഗ്രസ് തിരഞ്ഞെടുക്കുന്നത്? നിങ്ങൾ പറഞ്ഞു കൊടുക്കും. കൺവിൻസ് ചെയ്യാനുള്ളതാണോ ഈ കേരള യാത്ര? അതെന്തുമാവട്ടെ, ഇങ്ങനെയാണ് നടക്കേണ്ടതാണ് ഞാൻ പറയുന്നത്. ഇതാണ് ഐഡിയൽ. അതായത് മുഖ്യമന്ത്രി അത് ഐഡിയൽ. പക്ഷെ ഇപ്പൊ നടക്കുന്നത് വി.ഡി. സതീശന്റെ പ്രസംഗങ്ങൾ കോൺഗ്രസിലെ MLA-മാരും കേട്ടിട്ടില്ലേ? ഇത് ആരെ കേൾപ്പിക്കാനാ? അതൊരു ടെമ്പോസിറ്റിയാണ്. ഹൈക്കമാൻഡിനെയും ജനങ്ങളെയും അണികളെയും അങ്ങനെ ചെയ്താൽ എന്താ പ്രശ്നം? ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം? അങ്ങനെ ചെയ്താലോ ആളുകൾ ചിരിക്കും. അവരുടെ രീതിയാണ് അവർ പറഞ്ഞത്. ഞാൻ മുഖ്യമന്ത്രി ആവാൻ യോഗ്യനാണ്, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഒരു നേതാവ് പറയുകയാണ്. അങ്ങനെ പറയുന്നതിന് എന്താ പ്രശ്നം? പിന്നെ ഇവർ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണോ ഇലക്ഷനിൽ നിന്ന് മത്സരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? അത് തന്നെയാണ് ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇനി ആരോടാ ഇത് പറയുന്നത്? ജനങ്ങളോടാ പറയുന്നത്. ഞാനിതാ കേരള യാത്ര നടത്തുന്നു, അല്ലെങ്കിൽ എന്റെ പുസ്തകങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്നെ കുറിച്ച് ഡോക്യുമെന്ററിയും പാട്ടും വരുന്നു. പാട്ടൊക്കെ പുറത്തിറങ്ങി, വലിയ സംസ്കൃത ജനനായകൻ പാട്ട് KCയെ കുറിച്ചൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവരിത് ആരോടാ പറയുന്നത്? ജനത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റി കഴിഞ്ഞു. അതിപ്പോൾ അവരെ ഒന്നിൽ LDF-നോ അല്ലെങ്കിൽ UDF-നോ വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നടത്തുന്ന ക്യാമ്പയിൻ ആർക്ക് വേണ്ടി? അവിടെയാണ് ഈ പരിഹാസ്യത എന്ന് പറയുന്ന പ്രശ്നം. കോൺഗ്രസിൽ ഈ പറഞ്ഞതിനെ വേണമെങ്കിൽ നമുക്ക് ജനാധിപത്യത്തിന്റെ മകുടോദാഹരണമായിട്ട് വിളിക്കാം. അതിനപ്പുറത്ത് ലോബിയിങ് നടത്തുകയാണ്. അതായത് ഈ 10 ദിവസം കൂടിയേ ഉള്ളൂ, ഞാൻ തന്നെ മുഖ്യമന്ത്രി ആവണം, എന്നെ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോയിൽ പരിഗണിക്കുന്ന തരത്തിലുള്ള ലോബിയിങ് നടത്തുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ജനപിന്തുണ ആർജിക്കാൻ നാളെ ഹൈക്കമാൻഡിന് ഒറ്റയടിക്ക് വേഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത വിധം ജനങ്ങൾ അവരെ ആഗ്രഹിക്കുന്നുണ്ട്.
ഇനി ചെയ്യാൻ കഴിയുന്ന കാര്യം ജനങ്ങൾ താഴെ വന്ന് കമന്റ് ചെയ്യും, ഇദ്ദേഹം വേണം, ഇദ്ദേഹം അവർ തമ്മിൽ അടിയാണെങ്കിൽ സമവായത്തിന്റെ പേരിൽ രമേശ് വരട്ടെ എന്ന് കുറെ പേരെ കൊണ്ട് പറയിപ്പിക്കുക, അല്ലെങ്കിൽ ഇത്രയും കാലം നൽകിയിട്ടുള്ള സംഭാവനകളുടെ പേരിൽ KC വരട്ടെ എന്ന് കുറെ പേരെ കൊണ്ട് പറയിപ്പിക്കുക. ഇതൊന്നുമല്ല ഈ 5 വർഷക്കാലം ഈ മുന്നണിയെ നയിച്ച ആൾ വരണമെന്ന് പറയിപ്പിക്കുക. അങ്ങനെ പറയിപ്പിക്കുന്ന തരത്തിൽ കേരളത്തിന്റെ അറ്റ്മോസ്ഫിയർ ഇന്ന നേതാവിന് അനുകൂലമാണ് എന്ന് വരുത്തുന്ന തരത്തിൽ ഹൈക്കമാൻഡ് മുമ്പിൽ ഒരു പിക്ചർ, ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ആ മൂഡ് വേറെ രീതിയിലും ക്രിയേറ്റ് ചെയ്യാൻ നിഷാദ്. ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിഷാദ് തന്നെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുഖ്യമന്ത്രി വേറെ വന്നേക്കാം, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ വന്നേക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ചർച്ചയിൽ ഉണ്ടാവുന്ന 3 പേരാണ് ഞങ്ങൾ ഇന്നൊക്കെ ചെയ്തു എന്ന് പ്രചരിപ്പിക്കുന്നു. ഓക്കെ, അതെന്താണ്? ഇപ്പോൾ ഒരാൾ വന്നാൽ തന്നെ ജനങ്ങൾക്കിടയിൽ അയാൾ അസ്വീകാരനാവരുത്, ഞാനിതിന് യോഗ്യനാണെന്ന് ജനങ്ങളെ കൂടി ബോധിപ്പിക്കുന്ന രീതിയിലാണ് അവർ പ്രചരണം. അതിന് എന്താ പ്രശ്നം ഞാൻ ചോദിക്കുന്നത്? അതിനകത്ത് ഇതേ ഉള്ളൂ ഇഷ്യൂ. ഞാനൊരു ബുദ്ധിമാനാണ്, ഞാനൊരു മഹാസംഭവമാണെന്ന് ഒരാൾ സ്വയം പറഞ്ഞ് അതിനൊരു പബ്ലിസിറ്റി കൊടുക്കുന്ന ഒരു ഉളുപ്പിന്റെ പ്രശ്നം ഉണ്ടെന്നേ. ഞാൻ ധാരാളം പുസ്തകം വായിക്കുന്ന ആളാണ്, ഞാൻ കവിത എഴുതുന്ന ആളാണ്, ഞാൻ എത്രയോ ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്, ഞാൻ വലിയ വായനക്കാരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥികൾ ഈ പുസ്തകം വായിക്കുന്നത് ഭയങ്കര സംഭവമായിട്ട് പറയുന്ന സ്ഥാനാർത്ഥികളുണ്ട്. അത് ഭയങ്കര സംഭവമാണെന്ന് അധികാരത്തിന് വേണ്ടിയും മുഖ്യമന്ത്രി ഭാഗത്തിന് വേണ്ടിയും ഓരോ കേന്ദ്രങ്ങൾ ഓരോ നിലയ്ക്ക് ബോറടിക്കുകയാണെന്നുള്ള ഫീൽ ഉണ്ടാവുന്നത് ജനങ്ങൾ അതിനെ കുറിച്ച് മതിപ്പുണ്ടാവുന്ന ജിംസ് തോന്നുന്നതോ ഇത് ഹൈലി അൺപ്രൊഫഷണൽ ആണല്ലോ, തമ്മിലടി കൂട്ടമാണല്ലോ, ഇവരെയാണോ നമ്മൾ ഐഡിയലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ഏതാണ്? എന്റെ മുഖം എന്റെ ഫുൾ ഫിഗർ എന്ന ഒരു ഒറ്റ മുഖ്യമന്ത്രി, അതാണ് ഐഡിയലായിട്ട് പറയുന്നത്. അത് ഐഡിയലാണോ? അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ അത് കടന്നു പോകുന്നെങ്കിൽ ഓക്കെ, ഇത് അതുമല്ല. അത് ഐഡിയയിലേക്ക് പ്രവേശിച്ചു അതിനകത്ത് വേറെ പ്രശ്നം. ഇപ്പൊ KPCC പറഞ്ഞു ഒരു കാരണവശാലും മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ച് പരസ്യമായി വിഴുപ്പലക്കൽ വേണ്ട, എന്നാൽ പിന്നെ വിഴുപ്പ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ എന്നെ കുറിച്ച് 10 നല്ല കാര്യങ്ങൾ പറയാം. KPCC എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ചെയ്തത്. എന്നിട്ട് ഈ സാധനങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിൻ ഉണ്ടാവുക, നാളെ ഇതിന്റെ പേരിൽ എന്റെ നേതാവാണോ നിങ്ങളുടെ നേതാവാണോ ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ചത്, ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങൾ നടത്തിയത്, ഇതിനെക്കുറിച്ച് അടിയുണ്ടാവുക. ഇതല്ലേ പോകുന്നേ? ഇത് അടിയല്ലെന്നേ, അത് അതിന് അടുത്തത് ഒരാൾ വായനക്കാരനാണെങ്കിൽ ഞാൻ വായനക്കാരനാണെന്ന് നിങ്ങൾ അമേരിക്കൻ പ്രൈമറി ആയിട്ട് ബന്ധിപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര കൗതുകം. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഏത് ഐഡിയൽ സിറ്റുവേഷനോടാണ് നിങ്ങൾ ഇതിനെ കമ്പയർ ചെയ്യുന്നുള്ളതാണ്? ആ സിറ്റുവേഷൻ എന്താണ് ചെയ്യുന്നത്? ഒരു നേതാവിനെ നേരത്തെ തീരുമാനിക്കലല്ല, മറിച്ച് കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ ഒരു ഹെൽത്തി മെക്കാനിസത്തിലൂടെ അവര് തെരഞ്ഞെടുക്കും എന്നൊരു ഫീലെങ്കിലും ജനങ്ങൾക്ക് കൊടുക്കാമല്ലോ. അത് കൊടുക്കുന്നതിന് പകരം അങ്ങനെ ആയിരിക്കില്ല, ഇത് വലിയ അടിയിലേക്കും വടംവലിയിലേക്കും പോവുകയാണെന്ന ഫീലാ ഇപ്പൊ കൊടുക്കാൻ പറ്റും. അതാണ് കോൺഗ്രസിന്റെ ചരിത്രം, ജനങ്ങളുടെ ഓർമ്മയിലുള്ളതാണ്. ഇതാ ഇവര് വലിയ അടിയിലേക്ക് പോകാൻ പോവാണ്, ഇവർ ഓരോ വസ്തുവും പിടിച്ചിരിക്കുകയാണ് ഈ തുണിയുടെ എന്ന ഫീലാ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അല്ലാതെ ഇനി മാത്രമല്ല, ഇനിയിപ്പോ ജനങ്ങൾക്ക് എന്താണ് റോള്? ജനങ്ങൾക്കൊരു റോളും ഇല്ലല്ലോ. ഇനിയും MLA-മാർക്ക് മാത്രമേ റോളുള്ളൂ. MLA-മാർ തീരുമാനിക്കണം, പാർട്ടി നേതൃത്വം തീരുമാനിക്കണം. അപ്പൊ അവരെ ക്യാമ്പയിൻ ചെയ്യേണ്ട കാര്യമില്ല, അവർക്ക് അറിയാത്തവരല്ലോ ഈ 3 MLA-മാർ എന്ത് തീരുമാനിക്കണം എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് കോൺഗ്രസിന്റെ പ്രത്യേകത. അതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മിക്കവാറും രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്ന ഞങ്ങളുടെ ഡോക്യുമെന്ററി, ഞങ്ങളുടെ പുസ്തകം രാഹുൽ ഗാന്ധി കാണാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം സംഭവിക്കണം. UDF-ന് അധികാരം കിട്ടണം, അതിന് 4-ാം തീയതി ആവണം. അതാണ് ഞാൻ വീണ്ടും പറയാണ്, UDF-ന് അധികാരം കിട്ടി അപ്പോഴാണ്. ഇപ്പൊ ഇത് കിട്ടിയില്ലെങ്കിലാണ് ഇത് മുഴുവൻ അങ്ങേയറ്റം പരിഹാസ്യമാകാൻ പോകുന്നത്. ആ സാധ്യതയും പൂർണ്ണമായി തള്ളാത്ത ആളാണ് ഞാൻ. അപ്പോൾ ജനനായകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരിക്കും കേരളം. ഏതായാലും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇത് പ്രകീർത്തനം മാത്രമല്ല സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇത് എതിരാളിയെ ഇകഴ്ത്തുന്ന പരിപാടി കൂടി നടക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ ഓർക്കുക. ഒരു പ്രധാനപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, ജയിലിൽ ഒരു ദിവസമെങ്കിലും കിടന്നിരിക്കണം, ഖദറിൽ വേർപ്പ് പറ്റിയിരിക്കണം, അങ്ങനെയുള്ള നേതാവായിരിക്കണം. അതിനെ നമ്മൾ എങ്ങനെ എന്ത് വിളിക്കും? വിയർപ്പ് തുന്നിയിട്ട് പാടില്ല എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. അപ്പൊ അദ്ദേഹം ഈ ചർച്ചയിലൊന്നും പാടില്ല, ഞാൻ ഈ ചർച്ചയിലേക്ക് ഇല്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞാൽ സ്വിച്ച് ഇട്ടവർ ഇതെല്ലാം ഓഫ് ചെയ്യാൻ പറ്റും, അദ്ദേഹം അത്രയും പവർഫുൾ ആണ്. പക്ഷെ അദ്ദേഹം അതൊരിക്കലും പറയില്ല, ഞാൻ ഈ ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിൻവാങ്ങും. പക്ഷെ ആ അടിയിലൂടെ അദ്ദേഹത്തിന്റെ അണികളും നേതാക്കളും അദ്ദേഹത്തിന്റെ ഒരാളെ മാത്രം പറയണ്ട, ഇടവേളകളില്ലാതെ ചർച്ചകൾ നടക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ച്.